ബെനിഹിൻ നിൻ്റെ ഹൃദയത്തിൽ വിഗ്രഹമായി, നിൻ്റെ പരിപൂർണ സ്നേഹമായി എനിക്ക് വേണ്ടി. നാട്ടുകാരെക്കാളും മുമ്പേ എൻ്റെ ഭാര്യ എന്നെ വായിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ മക്കൾ എന്നെ വായിച്ചുകൊണ്ടിരിക്കുക. ബിസിനസ്സിനകത്ത് ഞാൻ വന്ന എനിക്കും ട്രിക്കൊക്കെ അറിയാം, അവരെക്കാൾ കൂടുതൽ അറിയാം. പക്ഷേ ട്രിക്ക് നടത്തിയാൽ പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കത്തില്ല. സോ റോനക്കിൻ്റെ ഇഷ്യൂ ഇനി അടുത്തൊരു തലമുറയിൽ ബർമുഡ ഇട്ടുകൊണ്ട് ഒരാൾ വന്നു, നീ വരല്ലെന്ന് പറഞ്ഞാൽ യുവാക്കൾ പോയോ? അവൻ ബർമുഡ ഇട്ടെങ്കിലും വന്നല്ലോ സഭയിൽ. യേശുവിനെ അവരുടെ മനസ്സ് നമ്മളെക്കാളും നല്ലതാണ്. തീർച്ചയായിട്ടും അവർ ബർമുഡ ഇട്ടുകൊണ്ടാണ് വന്നത്, ശരി, ഇട്ടിട്ട് വന്നെങ്കിലും ചെയ്തല്ലോ. ഈ പറയുന്ന ഞാൻ എഴുതി തരാം, ഈ വിമർശിച്ചവരുടെ മക്കൾ ബർമുഡ ഇടുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഹല്ലേലൂയ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് തങ്കു ബ്രദറുമായിട്ടുള്ള സംഭാഷണത്തിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം പറഞ്ഞു. ഈ എപ്പിസോഡിൽ വ്യത്യസ്തമായ 1-2 വിഷയങ്ങൾ കൂടെ സംഭാഷണത്തിൽ കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തങ്കു ബ്രദറിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെ ഹെവൻലി വിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അസാധാരണമായ നിലയിൽ സഭാ വളർച്ച ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് ഹെവൻലി വിസ്റ്റ്. അതായത് ഇവിടുത്തെ ട്രഡീഷണൽ സഭകൾക്ക്, പെന്തക്കോസ്ത സഭകൾക്ക് സാധിക്കാതിരുന്ന തരത്തിൽ ഒരു മെഗാ ചർച്ച് എന്നുള്ള കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ച്, അല്ലെങ്കിൽ ആ നിലയിൽ അതിനെ വളർത്തിക്കൊണ്ടുവന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അതിനോട് സ്വാഭാവികമായിട്ടും ആളുകൾ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഈ വരുന്ന ആളുകളൊന്നും ഈ സഭയിലെ അംഗങ്ങളല്ല, അവർ പള്ളിയിലും പോകും, ഹെവൻലി വിസ്റ്റിലും വരും എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ആഭരണം ഇടുന്നത് കൊണ്ടാണ് ആളുകൾ കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ ആഭരണം ഇടാൻ അനുവദിക്കുന്നതാണ് ഒരു കാര്യം. ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സഭാ വളർച്ചയ്ക്ക് നിദാനമായി മാറിയത്? അതിൻ്റെ ഏതായിരുന്നു അതിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? ഇതാണ് തങ്കു ബ്രദറിനോട് ഇന്ന് എനിക്ക് ചോദിക്കാറ്. വലിയ ചോദ്യമാണ്, എനിക്കറിയാം. ഈ ചോദ്യം ഞാനീ പോകുന്ന ഇൻ്റർനാഷണൽ എല്ലാം വേദികളിൽ ആളുകൾ ചോദിക്കാറുണ്ട്. വാട്ട് വാസ് ദ കീ ഫോർ ചർച്ച് ഗ്രോത്ത്? ചർച്ച് സഭ വളർച്ചയുടെ രഹസ്യം എന്താ? ഞാൻ അവരോട് പറയും, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ പറയണമെങ്കിൽ, നിങ്ങളെ കുഴപ്പിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. പക്ഷേ ഒരു കാര്യം, സഭ സ്ഥാപിക്കാൻ യേശു പറഞ്ഞിട്ടില്ല. സഭ സ്ഥാപിക്കാൻ പറഞ്ഞിട്ടില്ല, പിന്നെന്തിനാ ഹെവൻലി വിസ്റ്റ് ഉണ്ടാക്കിയത്? സഭകൾ ഇവോൾവ് ആവുക ചെയ്തു. ഞാൻ എൻ്റെ സഭ പണിയും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം നിങ്ങൾക്ക് ശക്തി ലഭിച്ച് ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സഭ സ്ഥാപിക്കാൻ യേശു പറഞ്ഞില്ല, ശിഷ്യരാക്കാനാണ്, സാക്ഷ്യമാകാനാണ്. സാക്ഷ്യമാകുക. എൻ്റെ ജോലി വിറ്റ്നസ്സിങ്, ദൈവത്തിൻ്റെ ജോലി സഭ പണിയുക. ഓക്കെ. എങ്ങും യേശു പറഞ്ഞിട്ടില്ല പോയി സഭ സ്ഥാപിക്കുക. അപ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ പത്രമാണ്. എന്നെ കാണുന്നവർക്ക് യേശുവിനെ കാണണം. എൻ്റെ ഒരു ഫ്രണ്ട് ക്രിസ്തുവനാണ്, ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ അതൊക്കെ അവർ കർമ്മം ചെയ്യുന്നവരാണ്, പക്ഷെ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. അപ്പോൾ അത് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി കൂട്ടുക. അപ്പം സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെയാണ്, ഞാനത് പണിയുന്ന യേശു. അപ്പം ഞാൻ പണിയുന്നു പറയുന്ന യേശു ആയിട്ടൊരു പ്രണയബന്ധമാണെങ്കിൽ എങ്ങനെയൊക്കെ സ്റ്റെപ്സ് വരണം, അത് കർത്താവ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ MBA പഠിച്ചിട്ട് ഇറങ്ങുമ്പോൾ ബിസിനസ് ചെയ്യുന്ന പോലെ ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി സഭ തുടങ്ങാൻ പോയാൽ ഫെയിലിയറാകും. ആദ്യമേ ബോർഡല്ല വരണ്ടേ, സാക്ഷ്യമാകണം. ആദ്യത്തെ സാക്ഷ്യം വീടാണ്, രണ്ടാമത്തെ സാക്ഷ്യം അയലോക്ക, അതാണ് ജെറൂസലേം, ശമരിയ, യഹൂദ്യ. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു വടക്കേന്ത്യയിൽ പോകണ ഭയങ്കര ആൾ കൂടും. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എല്ലാവരും അങ്ങനെ പറയുക. കർത്താവ് പറഞ്ഞു, മൂക്കിൻ്റെ കീഴെ ആൾ കിടക്കുക. ഉടനെ രണ്ടാമത്തെ ചോദ്യം,
പ്രവാചകന് സ്വന്തം ദേശത്തിൽ വിലയില്ലെന്ന് യേശു പറഞ്ഞു. അതേ യേശു പറഞ്ഞു, പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങൾ ജെറൂസലേം സ്വന്തം ദേശത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. ദേശത്ത് സാക്ഷ്യത ഇല്ലാത്തവൻ വെളിയിൽ പോയിട്ട് തന്നെ കാര്യം. വെളിയിൽ പോയി എന്നെ അറിയാതെ ഇപ്പോൾ തമിഴ്നാട്ടിലോ തെലങ്കാനയിലാണല്ലോ ഇപ്പം ഇതിനേക്കാളും വലിയ ചർച്ചയാണ്. ഇവിടെ ഏറ്റവും ചലഞ്ചിങ് മിഷൻ ഫീൽഡ്. അപ്പോൾ അവിടെ ഞാൻ പറയാം, യേശു തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങുകയും പരിശുദ്ധാത്മാവ് നിങ്ങളെ ആക്കി വെച്ച സഭയെ മേയ്പ്പാൻ. അപ്പോൾ ഹോളി സ്പിരിറ്റ് ആയിട്ടുള്ള ഏറ്റവും അടുത്ത കമ്മ്യൂണിക്കേഷൻ, രണ്ട് ബോധ്യം, ഇത് യേശുവിൻ്റെ ആടുകളാണ്. അതിന് മേൽ കർത്തൃത്വം നടത്താനല്ല. ഒന്ന്, അപ്പം എൻ്റെ മനസ്സിനകത്ത് സഭ സ്ഥാപിക്കണമെന്നോ ഒന്നുമില്ല. ഇവോൾവ് ആവുക. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ കൂട്ടായ്മ തുടങ്ങിയപ്പോൾ ആൾക്കാർ അവസാനം എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. തങ്കൂറർ സ്നാനപ്പെടുത്തണം, ഞങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്. അപ്പം എനിക്ക് സ്നാനപ്പെടുത്താവോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. മനസ്സിലായി. ഞാൻ ആമോസ് സിംഗിന് വാസ്തവം പറഞ്ഞു, യു ആർ ഓൾറെഡി ഓൾറെഡി, ഞാൻ തല കയച്ച് പോകണം, ഞാൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് പറഞ്ഞ. അപ്പം ഒന്ന് യേശുവുമായിട്ട് വ്യക്തിപരമായ പ്രണയം, അതിന് ജഡത്തിന് ഒട്ടും ഇടം കൊടുക്കരുത്. നമ്പർ 1. നമ്പർ 2, മറ്റ് രക്ഷിക്കപ്പെട്ട സഭയിൽ നിന്ന് ഉള്ളവർ ഇവിടെ വന്നാൽ അവരെ തിരിച്ചു വിടണം. അനാഥാലയം നടത്താനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതൊരു വല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. മക്കളെ വളർത്താനാണ്. മനസ്സിലായി. അപ്പനും മക്കളുടെ ബന്ധമായിരിക്കണം സഭ. ഞാൻ നേടിയവരായിരിക്കണം. ഹെവൻലി ഫീസിലെ ഒറ്റ പാസ്റ്റേഴ്സ് വെളിയിൽ നിന്നുള്ളവരല്ല. ഇവിടെ മറ്റ് സഭകളിൽ നിന്നുള്ളവരല്ല. കാര്യം റിലേഷൻഷിപ്പില്ല. ഇവിടെ രക്ഷിക്കപ്പെട്ട് ഇവിടുന്ന് വളർന്ന് വന്ന് അവർ തന്നെ ശുശ്രൂഷയിൽ വളർന്ന് അപ്പോൾ ഒരു സ്ഥലത്ത് പോയി ചെയ്തോളാം. അപ്പം റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണ് ചർച്ച് എപ്പോഴും. അപ്പോൾ അത് ഞാൻ എവിടെ നിന്നാണ് പഠിച്ചത്? ബിസിനസ്സിൽ പഠിച്ചു. ബിസിനസ്, റിലേഷൻഷിപ്പ് ബേസ്ഡ് ബിസിനസ് വിൽ നെവർ ഫെയിൽ. അപ്പോൾ ഞാൻ എൻ്റെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും മിനിമം 10 to 20% വില എൻ്റെ കൂടുതലാണ്. ഞാൻ വില കുറയ്ക്കത്തില്ല. പക്ഷെ എൻ്റെ ബന്ധം അതുപോലെ. നമ്മളെ ഒഴിവാക്കി പോകാൻ പറ്റത്തില്ല. മാത്യുയുടെ വില കൂടുതലാണ്. പക്ഷെ മാത്യു ആയിട്ട് ഞങ്ങളായിട്ട് അതുപോലെ ആയിപ്പോയി എന്തേലും ആട്ടെ. അപ്പോൾ ആ ക്ലോസ് അസോസിയേഷൻ. 3, നമ്മുടെ ഹൃദയത്തിൽ മറ്റൊരു വിഗ്രഹം ഉണ്ടാകരുത്. ഞാനൊരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ പറയാം. യൂറോപ്പിൽ ഉപ്സലയിൽ ഒരു മീറ്റിംഗ് നടന്നു. സ്വീഡൻ. ബെനിഹിനും സ്പീക്കറാണ്, ഞാനുമാണ്. അപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ബെനിഹിനെ ഞാൻ നേർ കാണാൻ പോകും. ഞാനും അനിയുണ്ട്. ഞാൻ പറഞ്ഞു, അനി, കാര്യം എൻ്റെ ജീവിതത്തിലെ തുടക്കം ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റും ഇവാഞ്ചലിസം ബൈ ഫയർ, ഈ 2 പുസ്തകങ്ങളാണ് എന്നെ കത്തിച്ചത്. പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. ഇവാഞ്ചലിസ്റ്റിക് സ്പിരിറ്റ്, റെയ്നാർഡ് ബോണ്ടറി. കാണാൻ പോകാന്നുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങളവിടെ പോയി. അപ്പം മീറ്റിംഗ് തരാൻ നിൽക്കുക. ഫ്രണ്ട് റോയിലായിരിക്കും. ഉടനെ ഉൽഫെക് മാൻ, ബാബാ കം. കാര്യം ബെനിഹിൻ കോഫി റൂമിലിരിക്കുക, നേരെ ചെല്ലുക, പ്രാർത്ഥിക്കുക, അഭിഷേകം പ്രാപിക്കുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സ്റ്റേജിൽ നിന്ന് കയറി കോഫി റൂമിലോട്ട് പോവുക, ഗ്രീൻ റൂമിലോട്ട്. ഇടയ്ക്ക് വെച്ച് ഹോളി സ്പിരിറ്റ് വന്നു, തിരിച്ച് ഹോട്ടലിൽ പോയി. അപ്പം ഒരു ബ്രേക്ക് അടിച്ച പോലെ ഞാൻ ഓർത്തു, കർത്താവ് തന്നെയാണോ? അതെ, ഗോ ബാക്ക് ടു യുവർ ഹോട്ടൽ. അപ്പം ഞാൻ പറഞ്ഞു, ഐ എം ഹാവിങ് സം ഇഷ്യൂസ്, താങ്ക് യു. ഞാനും അനി പറഞ്ഞു, ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ വരെ വന്നിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ പിന്നെ പറയാൻ പാമ്പ്. ഞാൻ ഹോട്ടലിൽ പോയി. ഞാൻ പറഞ്ഞു, അനി ഉറങ്ങി. അല്ല, എന്നെ പറ്റിയെന്നു. ഞാൻ പറഞ്ഞു, ഒന്നും പറ്റിയിട്ടില്ല, കിടന്നുറങ്ങി. ഞാൻ ബാത്റൂമിൽ പോയി, ഷവർ ഓൺ ചെയ്തു, പൊട്ടി അങ്ങ് കരഞ്ഞു. കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയാണ്. ആ സമയത്ത് ഞാൻ കരഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കുക, ഷവർ അനി കേൾക്കാതിരിക്കാനാ. ഞാൻ കേൾക്കുക, ബെനിഹിൻ നിൻ്റെ ഹൃദയത്തിൽ വിഗ്രഹമായി, നിൻ്റെ പരിപൂർണ സ്നേഹമായി എനിക്ക് വേണ്ടി. ഒരു മനുഷ്യനും നിൻ്റെ ഹൃദയത്തിൽ, ഒരു സാധനവും നിൻ്റെ ഹൃദയത്തിൽ എന്നെക്കാളും അധികം പ്രസക്തമാകും. ഞാൻ ഉടഞ്ഞുപോയി.
രണ്ടാമത്തെ കേൾക്കുക, ക്രൂശിലെ വേദന എനിക്കൊന്നുമല്ലായിരുന്നു. പിതാവുമായിട്ടുള്ള കൂട്ടായ്മ പൊട്ടിയതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വേദന. ഞാൻ പാപമായ അതുപോലെ ഇന്ന് എന്നെ വേദനിക്കുന്നു നിൻ്റെ കൂട്ടായ്മ നഷ്ടപ്പെടുക. ബിലീവ് മീ, എൻ്റെ അകത്തുനിന്ന് അന്ന് മുതൽ ഞാൻ ഈ വലിയ വലിയ ദേവദാസന്മാർ വന്നിടത്തൊന്നും എന്നെ കാണത്തില്ല. അൺലെസ് ഐ എം ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. നീ പോയി അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ മാത്രമേ പോകൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കണം. കർത്താവിന് ഈ അൺഡിവൈഡഡ് ലവാണ് വേണ്ടി. സിയലസ്, പൊസസീവ്. എൻ്റെ ദാസനായ മോശ എന്ന് പറയുന്നത് എൻ്റെ ദാസനാണ്. ഞാൻ മുഖാമുഖം സംസാരിക്കും. നിങ്ങളാരാ അവനോട് ചോദ്യം പറയുന്ന എൻ്റേതാ തന്നു. ആ ബോധ്യം എനിക്ക് വരണം. 3, 4 യേശുവിൻ്റെ 4 സുവിശേഷം വായിച്ചാൽ യേശു എംഫസൈസ് ചെയ്താൽ എന്താ? നിങ്ങളും അബ്രഹാമിൻ്റെ സന്തതിയാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ അവകാശിയാണ് നിങ്ങൾ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഊന് പിടിച്ചേ? എങ്ങനെയാണ് നിങ്ങൾ വിഷക്കാരായ? ഇവളും അബ്രഹാമിൻ്റെ സന്തതി. അപ്പോൾ ഈ 4 സുവിശേഷത്തിലും യേശു എംഫസൈസ് ചെയ്യുന്നതാണ് ദൈവം അബ്രഹാമിനെ കൊടുത്ത വാഗ്ദത്തം എന്ത് ചെയ്യും നിങ്ങളുടെ കയ്യിൽ. 1 പത്രോസിൽ ലേഖനത്തിൽ പറയാം, ഇത്രയും വലിയ രക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാം. ഇന്ന് 1 പത്രോസ് 10 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ഇന്ന് പരിശുദ്ധാത്മാവിനാൽ ഈ മഹത്വം നിങ്ങളുടെ അകത്തുണ്ടെന്ന് പറയാനാണ് ഞങ്ങളെ വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്നിലേക്ക് ആളെ ആകർഷിച്ചാൽ ഒരു മുറിക്കകത്തിരിക്കാം. അതേസമയത്ത് നിങ്ങളാണ് ശക്തന്മാർ. നിങ്ങളുടെ കൈവച്ച ആവുമ്പോൾ അവർ പോകുന്നിടത്ത് രോഗികൾ സൗഖ്യമാകും. ഇവൻ കോട്ടയത്ത് അന്ന് നെഹ്റു സ്റ്റേഡിയത്തിൽ ഓപ്പോസിറ്റ് നമ്മുടെ സ്ഥലത്ത് പാക്ഡ് ജനം നിൽക്കുമ്പം അന്ന് മീഡിയ ഇല്ല. അപ്പോൾ ആദ്യമേ പാസ്റ്റർമാർ പറഞ്ഞ സേവയാണ്. ഇത്ര ആൾ കൂടുന്നു, ഞങ്ങളുടെ ഇവിടെ ആൾ കൂടുന്നില്ല. പക്ഷെ എന്നിട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല. പത്രോസിൻ്റെ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെട്ടല്ലോ. അപ്പോൾ അത് സേവയായിരുന്നു, ഹോളി സ്പിരിറ്റാണ്. അപ്പം നിങ്ങൾ ബലവാന്മാർ. അപ്പം പല പാസ്റ്റർമാർ എന്നോട് പറയും, തമ്പുരാർ അങ്ങനെ പ്രസംഗിച്ചാൽ അവരവരുടെ പാട്ടിന് പോകത്തില്ലേ? ഭയം. എനിക്ക് ഭയമില്ല. അപ്പം കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പോയ ഒരു ശുശ്രൂഷകൻ്റെ ഫ്ലയർ എനിക്ക് വേറെ ഒരാളയച്ചു. കണ്ടോ? ഞാൻ പറഞ്ഞു, അയാൾ സുവിശേഷം പറയാം, പോട്ടെ. എനിക്കിതിനകത്തൊന്നും ഒരു എൻ്റെ ദൗത്യം ക്ലിയറാണ്. ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്. അതുകൊണ്ടാണ് മറ്റ് സഭകളിലെ യുവാക്കളെ എല്ലാം ഇന്ന് കാണുന്ന ന്യൂ ജനറേഷനിലെ എല്ലാവരെയും മെൻറ്റർ ചെയ്യാൻ ഉള്ള മനസ്സാണ്. വടക്കേ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് 100 കണക്കിന് പാസ്റ്റർമാർ ഞാൻ പോയി ജയിലിൽ എനിക്കൊരു ആവശ്യമില്ല. ഫാമിലി ഫീസ്റ്റ് മാത്രം നോക്കിയാൽ മതി. അതിനും മറ്റൊരു അനുഭവമുണ്ട്. ഞാൻ സാൻസിബാറിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അന്ന് അവിടെ ഈ സാൻസിബാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കുരങ്ങ് പോലത്തെ ഒരു ജീവിയുണ്ട്. അത് രാത്രി കള്ള് കുടിച്ചിട്ട് പിള്ളേരെ പോലെ ചിരിക്കുകയും ചാടുകയും ഭയങ്കര ബഹളം. അപ്പം ഞാനൊരു കോൺവെൻറ്റിലാണ് എനിക്ക് അക്കോമഡേഷൻ, ടിൻ ഷീറ്റ്. അപ്പം ഇത് മോളിൽ കിടന്ന് ഉറക്കം വരുന്നില്ല. 3 മണിയായി. പിറ്റേ ദിവസം പിന്നെ ശുശ്രൂഷിക്കേണ്ട. ആ സമയത്ത് ഞാനൊരു ശബ്ദം കേട്ടു, ബാൽക്കണിയിലോട്ട് വരാം. അപ്പോൾ എനിക്ക് പേടി. ഏതായാലും ഞാൻ ബാൽക്കണി നോക്കുമ്പം ആകാശത്തിലെ നക്ഷത്രങ്ങളെ തെളിഞ്ഞു കാണും. തെളിഞ്ഞു വന്നാൽ ഇതുപോലെ ബ്രൈറ്റും തൊടാവുന്ന ദൂരം. ഇത് എണ്ണാവോ എന്ന് ചോദിച്ചു. എൻ്റെ അകത്ത് കർത്താവാന്ന് ഞാൻ വിശ്വസിക്കുന്നു, പറയാണ്. ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ അനേക ദേവദാസന്മാർക്ക് നീ ഒരു അപ്പനായിരിക്കും. നീ ഹെവൻലി ഫീസിലെ പാസ്റ്റർ അല്ല. യു ആർ മൈ ഗിഫ്റ്റ് ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുന്ന ഏത് സഭയിലെ ആളായിക്കോട്ടെ, നീ തുറന്ന് നിൻ്റെ അനുഭവങ്ങളും എല്ലാം അവരോട് പറയാം. സോ ദിസ് വാസ് മൈ സെക്കൻഡ് ഇൻസിഡൻസ്. അപ്പോൾ ഒരാളെ എംപവർ ചെയ്യുന്ന ജോലിയാണ് വാസ്തവത്തിൽ പാസ്റ്ററിൻ്റെ ജോലി. അവിടെയാണ് പിശാച് നമ്മുടെ അകത്ത് ഇൻറ്റിമിഡേഷൻ കൊണ്ടുവരുന്നത്, ഭയം കൊണ്ടുവരുന്നത്. എങ്ങാനും അയാൾ എന്നെക്കാളും കൂടുതൽ ശുശ്രൂഷകനായാലോ. ഇപ്പോൾ കഴിഞ്ഞ സൺഡേ, കഴിഞ്ഞ വെള്ളിയാഴ്ച, ദുഃഖവെള്ളിയാഴ്ച,
തലേദിവസം രാത്രി ഞാൻ തോമസ് ബ്രദറിനോട് പറഞ്ഞു, തോമസ് ബ്രദർ നാളത്തെ ശുശ്രൂഷ തോമസ് ബ്രദർ ഉറക്കത്തിലായിരുന്നു, കേട്ടു. ഞാൻ ബെന്നി ബ്രദറിനോട് പറഞ്ഞു നാളെ തോമസ് ബ്രദറാണ്. ഞാൻ വർഷിപ്പിൻ്റെ ലീഡ് ചെയ്ത് തോമസ് ബ്രദറെ എന്ന് പറഞ്ഞപ്പോൾ തോമസ് തങ്കു ബ്രദറല്ലേ പറയണ്ടേ? ഞാൻ പറഞ്ഞു അല്ല, ഇന്നലെ രാത്രി നാളത്തെ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സ്റ്റേജിൽ തന്നെ പറയാം. അപ്പോൾ എൻ്റേതാ സഭ എന്നുള്ള തോന്നൽ വന്നാലോ വിട്ടുകൊടുക്കത്തില്ല. അപ്പം ഞാൻ തോമസ് ബ്രദറെ നിർബന്ധിക്കുക, തോമസ് ബ്രദർ എന്നെ നിർബന്ധിക്കുക, അവിടെ ഒരു പിടി വലി. അവസാനം തോമസ് ബ്രദർ ഞാൻ പറയാം പോയി ചെയ്തേ. അതൊക്കെ ഞാൻ ദുഃഖവില്ലാച്ചൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ സഭ നമ്മുടേതല്ല. അഞ്ചാമത്തെ കാര്യം, ഒരിക്കലും ഒരു പാസ്റ്ററിൻ്റെ തല സഭയിലോട്ടാകരുത്, രാജ്യത്തോട്ടാകണം. ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ നേഷൻ. സ്വാർത്ഥത വരുന്ന അവിടെയാണ്. അത് എൻ്റേതാണെന്നുള്ള ഭാരതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എന്നെ നിർത്തി, ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നു. നാഷണലായി എൻ്റെ കാഴ്ചപ്പാട്. ചുരുങ്ങുന്നില്ല. 6, പാസ്റ്റർമാർ എൻജോയ് ചെയ്യണം മിനിസ്ട്രി. ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞ എൻജോയ് ജീസസ്. എൻജോയ്മെൻ്റ് എന്നൊക്കെയുള്ള വാക്കൊക്കെ പറയുന്നത് വലിയ അപകടം. എൻജോയ് ജീസസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കുടുംബവും എല്ലാവരെയും ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പേരിൽ കഷ്ടപ്പെടുക. കർത്താവിന് അങ്ങനത്തെ കഷ്ടപ്പാട് വേണ്ട. മർക്കോസ് 6:31 ആകെപ്പാടെ 3 വർഷത്തെ മിനിസ്ട്രിയേ ഉള്ളൂ. യേശു പറയാം, പ്രാർത്ഥിക്കാനുള്ളവർ വരുകയും പോവുകയും ഒക്കെ ചെയ്യും, നമുക്ക് ഭക്ഷണം പോലും കിട്ടുന്നില്ല സമയത്ത്, അതുകൊണ്ട് നിർജ്ജന പ്രദേശത്തിൽ പോയി വിശ്രമിക്കാം. യേശുവിന് വിശ്രമം ആവശ്യമാണോ ശിഷ്യന്മാർ? അപ്പോൾ അവിടെ അത് എഴുതി വെച്ച എന്തിനാ? വിശ്രമം വേണം. വിശ്രമം വേണമെന്ന് പറഞ്ഞാൽ പക്ഷേ അവിടെ അവർക്ക് അത് കിട്ടിയില്ല. കിട്ടിയില്ല, അത് വേറെ കാര്യം. പക്ഷേ യേശു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പം എന്നിട്ട് ആ ക്ഷീണത്തോടെ ആയിരിക്കും ബോട്ടെ കയറിയപ്പോൾ കർത്താവ് ഉറങ്ങി ഗദർദേശത്തിൽ പോയപ്പോൾ അവിടെ ഉറങ്ങാനാണ് നിർജ്ജനത്തിൽ പോയത്. അപ്പം ഞാൻ സുവിശേഷ വേലയ്ക്ക് ബിസിനസ് ഇറങ്ങിയപ്പം തീക്ഷ്ണമായി. ഞാൻ എന്ത് ചെയ്താലും എനിക്കറിയാവുന്നതിനകത്ത് ഞാൻ ഫുൾ നിർഭയമായിട്ട് നിൽക്കും. ഒരു കാര്യത്തിൽ കൺവിൻസ്ഡ് ആയാൽ മതി. അപ്പോൾ രാവിലെ 6 മണിക്ക് ഇവിടുന്ന് ഇറങ്ങും ട്രാക്ടറൊക്കെ ആയിട്ട്. പിന്നെ 2 കാര്യമാകും, അല്ലെങ്കിൽ കടക്കാർ വരും 7 മണിയായിട്ട് വീട്ടിൽ നിൽക്കാനൊക്കത്തില്ല. അപ്പോൾ ഒരിക്കൽ അനി എന്നോട് ചോദിച്ചു, പണ്ട് ബിസിനസ്സാണെന്ന് പറഞ്ഞിറങ്ങുമായിരുന്നു, ഇപ്പം സുവിശേഷമാണ്, എനിക്കെന്നാ വ്യത്യാസം? അപ്പം അന്ന് സ്നാനപ്പെട്ടിട്ടില്ല. ഞാൻ സ്നാനപ്പെട്ട് 3 വർഷം കഴിഞ്ഞ് എൻ്റെ ജീവിതം കണ്ട ശേഷം അനി സ്നാനപ്പെട്ടു. 5 വർഷം കഴിഞ്ഞ് എൻ്റെ അമ്മ ഞാൻ സ്നാനപ്പെട്ടു. അവരെല്ലാം നോട്ട് ചെയ്യുന്ന എന്നെ സാക്ഷ്യം. അതാ ഒരു പാസ്റ്ററിൻ്റെ കുടുംബത്തിൽ സ്വന്തം കുടുംബം ആദ്യത്തെ സാക്ഷ്യം. നാട്ടുകാരെക്കാളും മുമ്പേ എൻ്റെ ഭാര്യ എന്നെ വായിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ മക്കൾ എന്നെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതെനിക്കൊരു അലാമായിരുന്നു. എനിക്കെന്നാ പ്രയോജനം? അപ്പം ഞാനെന്നാ ചെയ്തു, രാവിലെ എഴുന്നേക്കും, വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും താമസിച്ച് അനിയുടെ കൂടെ ഇരുന്ന് കപ്പ് കാപ്പി കുടിക്കും. അത് കഴിഞ്ഞ് ഞാൻ സ്ലോ ആക്കാൻ തുടങ്ങും. എനിക്കിന്ന് ഷോപ്പിങ്ങിന് പോകണം, അല്ലെങ്കിൽ സാധനം വാങ്ങിക്കാൻ എൻ്റെ കൂടെ വരണം. പോവും. ഞാൻ നോക്കിയപ്പോൾ അതേ പ്രസംഗം കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്. അവിടെ ഒറ്റ ആത്മാവിനെ നേടാൻ പറ്റുന്നില്ല, ഇവിടെ 10-20 പേര് രക്ഷയിടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വത്തെ മറന്ന് ദർശനം പറയുന്ന കേൾക്കാൻ യേശുവിന് താല്പര്യമില്ല. ഉത്തരവാദിത്വം ആദ്യമേ ഭർത്താവ്, 2 ഒരു അപ്പൻ, 3 സഭ, 4 ലോകം. ആ പ്രയോറിറ്റി ദൈവം തന്ന ഉത്തരവാദിത്വം. അത് നിർവഹിക്കണം. അത് ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ ദർശനം കേൾക്കേണ്ടത്. അപ്പം അതായിരുന്നു അടുത്ത എൻ്റെ ഒരു അലാം. അപ്പം അങ്ങനെ ഞാൻ സ്റ്റെപ്പും സ്റ്റേജും ഒക്കെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, പക്ഷേ ഇത് എന്നെക്കൊണ്ട് ഹോളി സ്പിരിറ്റ് ചെയ്യിപ്പിച്ചതാണ്. അപ്പം ബിസിനസ് ഉണ്ട് എനിക്ക്. ബിസിനസ്സിൽ ടെമ്പററി ഒരാൾ രോഗിയുണ്ട്, അത് നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക. കാരണം എന്താ, എൻ്റെ ബിസിനസ്സിനകത്ത് വേണം എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ അരി വാങ്ങിക്കാൻ. അപ്പോൾ എന്നെ ചുമതലപ്പെടുത്തിയ ബിസിനസ്സാണ്. അപ്പോൾ അവർ പോയി പ്രാർത്ഥിക്കും. ടെമ്പററി ഞങ്ങൾ പ്രാർത്ഥിച്ചു, സൗഖ്യമായി, വെരി ഗുഡ്, അടുത്ത സൗഖ്യത്തിന് പോകും. എനിക്ക് സഭയൊന്നും താല്പര്യമില്ല, എനിക്ക് യേശുവിനെ നാമം ഉയരണം. പക്ഷേ ഈ വിടുന്നവർക്ക് ഒരു കാര്യം ഉറപ്പായി, ഞാൻ സത്യമാണ് പറയുന്നത്,
ഞാൻ അവരെ അടിമകളാകുമല്ല. അതിന് അവരൊരപ്പൻ്റെ സ്ഥാനം എനിക്ക് കിട്ടുന്നു. അതൊക്കെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ സഭ വളർച്ചയ്ക്ക് ഒറ്റ വാക്ക് പറഞ്ഞ കമ്മിറ്റ്മെൻറ്റ്. ഞാനോ ലോകാന്ത്യത്തോളം എല്ലാ നാഴികയിലും നിങ്ങളുടെ കൂടെ കാണും. അത് വാഗ്ദത്തമല്ല, ഒരു ഭർത്താവ് ഭാര്യയോട് പറയുന്ന കമ്മിറ്റ്മെൻറ്റാണ്. വിവാഹ ദിവസം നല്ലതായാലും തീയതായാലും, സമ്പന്നരായാലും ദരിദ്രനായാലും, ആരോഗ്യത്തിലോ രോഗത്തിലോ ഞാൻ നിൻ്റെ കൂടെ കാണും. യോഹന്നാൻ 10:28 മുതൽ വായിക്കുമ്പോൾ യേശു പറയാ, പിതാവ് അവരുടെ കൈ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. അപ്പോൾ കറക്റ്റ് ഒരു വിവാഹ ശുശ്രൂഷയിൽ പിതാവ് എൻ്റെ കൈ യേശുവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ യേശു പറയാ, ഞാനോ ലോകാന്ത്യത്തോളം. അതൊരു കമ്മിറ്റ്മെൻറ്റാണ്. ആ കമ്മിറ്റ്മെൻറ്റ് തിരിച്ച് എനിക്ക് കർത്താവിനോട് കാണും. ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിലോ നമ്പർ 1 എൻ്റെ കുടുംബം ദൈവം ഏൽപ്പിച്ചത്. അപ്പോൾ തന്നെ ഹൃദയത്തിൽ യേശു. ചിലർ പറയും ഭർത്താവല്ല കർത്താവാണ് വലുത്, അതുകൊണ്ട് ഭർത്താവിനെ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. തെറ്റാണ്. വചനത്തിൽ പറഞ്ഞാൽ ഭർത്താവാണ് കുടുംബത്തിലെ തല. അവിശ്വാസിയായ ഭർത്താവിനെ നിൻ്റെ നല്ല നടപ്പ് കണ്ട് അയാൾ വിശ്വാസി വരും. അപ്പോൾ സഭ വളർച്ചയെന്ന് പറയുമ്പോൾ ആദ്യമേ ബോർഡ് വെച്ച് അയലോകത്തെ എല്ലാ സഭകളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് അനാഥാലയം നടത്തരുത്. അത് പറയുമ്പോൾ തങ്കു ബ്രദറിൻ്റെ ആത്മാക്കളെ ആത്മാക്കൾ എന്നല്ല മക്കളെ അല്ലെങ്കിൽ ഉള്ള സഭയിലെ അംഗങ്ങളെ എനിക്ക് തോന്നുന്നു ഈ കോട്ടയത്തെ മറ്റെല്ലാ സഭകളും എടുത്താൽ അവിടെ എല്ലാം തങ്കു ബ്രദറിൻ്റെ വിശ്വാസികളുണ്ട് അല്ലേ? എല്ലാ സഭയിലും കാണും, എല്ലാ സഭയിലും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ അവരുടെ അവിടെ പോകാം, അവർക്ക് ധൈര്യത്തോടെ ഇങ്ങോട്ട് വരാമേ. അല്ല, അപ്പോൾ ഒരു വിഷമമില്ലേ? വിഷമമുണ്ടോ? ഉണ്ട്. വിഷമമുണ്ടോയെന്ന് ചോദിച്ചാൽ ചില സമയത്ത് ഇത് ഇപ്പം തങ്കുറർന്ന് നിങ്ങളുടെ ബന്ധനം അഴിക്കാൻ അറിയത്തില്ല, ഞങ്ങളുടെ അവിടെ ബന്ധനം അഴിക്കുന്നു പറഞ്ഞാൽ മോഷ്ടിക്കുന്നു. അപ്പം എനിക്കും ബിസിനസ്സിനകത്ത് ഞാൻ വന്ന എനിക്കും ട്രിക്കൊക്കെ അറിയാം, അവരെക്കാൾ കൂടുതൽ അറിയാം. പക്ഷേ ട്രിക്ക് നടത്തിയാൽ പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കത്തില്ല. മനസ്സിലായി. ഞാൻ യൗവനക്കാരായ ശുശ്രൂഷകളോട് പറയും, ഇന്ന് വേണേൽ ശുശ്രൂഷിച്ച് നാളെ കഴിഞ്ഞ് ഇവിടെ ഒക്കെ വലിയ മാലയൊക്കെ ഇട്ട് തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ട് നിനക്ക് ചമയാണ്, നിലനിൽക്കത്തില്ല. എത്ര ദീർഘനാൾ ശുശ്രൂഷിച്ചു, ക്രിസ്തുവിൻ്റെ കൂടെ നടന്നു, അതിനകത്താണ് വലിയ കാര്യം. അപ്പോൾ എനിക്ക് ഈ സങ്കടം വന്നിട്ടുണ്ട്, അതീവ ദുഃഖം വന്നിട്ടുണ്ട്. കാര്യം ഏത് നുണ പറഞ്ഞാണേലും ഇവിടുത്തെ ഒരു പ്രമുഖ വേറെ ഒരു സഭയുണ്ട്, ആ സഭയിലെ IPCയിലെ ഒരു ആൾ ചേർന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ ചെന്നപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് $50,000 മോഷ്ടിച്ചു. അത് ഞാൻ നേർക്ക് ചോദിച്ചു. ഉടനെ അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, ഈ തെണ്ടി അത് പറഞ്ഞോന്ന്. ഞാൻ പറഞ്ഞു, നോക്ക്, ഞാൻ ഇതിന് ചോദ്യത്തിനല്ല, പക്ഷേ അത് തെറ്റാണ്. അതിൻ്റെ രണ്ടാമത്തെ ആസ്പെക്റ്റ് പറയും. ഞാൻ IPCയിൽ നിന്ന് ഒരാളെ മോഷ്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. അവരൊരിക്കലും ഇവിടെ സാറ്റിസ്ഫൈഡ് ആകത്തില്ല, വിശ്വസ്തരല്ലായിരിക്കും. അവർ പോകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ 5 എണ്ണം കൂടെ കൂട്ടിക്കൊണ്ടാണ് പോകാൻ പോകും. പിന്നെ എന്തിനാണ് എനിക്ക് വേണ്ടത്? ഏത് സഭയ്ക്ക് ഞങ്ങൾക്ക് 2008 വിഷയം ഉണ്ടായപ്പോൾ നമ്മുടെ വിശ്വാസികളുടെ വീട്ടിൽ കയറി ഇറങ്ങി, ഇത് തീർന്നു, ഇനി നടക്കത്തില്ല, നിങ്ങൾ എൻ്റെ കൂടെ വാ, ദേശത്തിൽ വിശ്വസ്ത വേണം, നിങ്ങൾ എന്തിനാ പോകുന്നത്, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഞങ്ങളില്ലേ, ഒക്കെ പറഞ്ഞ് നടക്കും. ഞാൻ വേദനയുണ്ടോ എന്ന് ചോദിച്ചാൽ അതീവ വേദന. വേറൊരു ദേവാസൻ, ഞങ്ങളുടെ അവിടെ ഒരു ഫെലപ്പിൻ ട്യൂബ് ഇല്ലാത്തൊരു സഹോദരി കുഞ്ഞുണ്ടായി, ക്രിയേറ്റീവ് മിറക്കിൾ. അദ്ദേഹം ഇവിടെ ഒരു സഭ സ്ഥാപിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ബോർഡ് ആദ്യം സ്ഥാപിക്കുന്നത്, ഈ സഹോദരിക്ക് 25,000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളുടെ സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ ആട് 5-6 പേരേ ഉള്ളൂ. എൻ്റെ ഇത് വീഡിയോ എടുത്തു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, തെറ്റാണ്, അങ്ങനെയല്ല ഇടയ ശുശ്രൂഷ. അപ്പം എന്നോട് പറഞ്ഞ മറുപടി, തങ്കുറ ഞാനും ഒരു 10 പൈസ ഉണ്ടാക്കാമെന്ന് നോക്കട്ടെ. അപ്പം പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം. അപ്പം എൻ്റെ മനസ്സിൽ വേദന വരുമോ? വേറെ ഒരു 2 പ്രധാനപ്പെട്ട ഞങ്ങളുടെ ആളെ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഞാൻ വിളിച്ചു ആദ്യദാസ്, പറഞ്ഞു തൽക്കാലം ഉപയോഗിച്ചിട്ട് ഞാൻ തിരിച്ചു തന്നോളാം. അപ്പം ഞാൻ പറഞ്ഞു, ഇതന്നെ വ്യഭിചാരമോ? 2 ദിവസം എൻ്റെ കൂടെ, 2 ദിവസം തെറ്റാ, നിങ്ങൾ ഇടയനല്ല.
വേറൊരാളെ ഞാൻ ശുശ്രൂഷയ്ക്ക് വിളിച്ചതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോട്ടയത്ത് സഭ തുടങ്ങി. ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു, അത് കർത്താവ് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു കോട്ടയത്ത് സഭക്കാർ. ഒരു വർഷം നിന്നില്ല. വേദനയില്ലേ? ഭയങ്കര വേദനയുണ്ട്. മോഷ്ടിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ മോഷ്ടിക്കണമല്ലോ, കർത്താവ് അനുവദിക്കത്തില്ല. നമുക്ക് വേണ്ട. മറ്റ് സഭകളിൽ നിന്ന് വരുന്നവരെ പോലും ഞാനൊരു ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. ഒരു ഇൻസിഡൻറ്റ് പറയാം. ഒരു മണ്ണർകാട് ഒരു സഹോദരി ചെങ്ങല കിടക്കും, കയ്യും കാലും ചെങ്ങല കെട്ടിരിക്കുകയാണ്, മാനസിക ബുദ്ധിമുട്ട്. എൻ്റെ ചർച്ചിൽ വരുന്ന അയലോക്കംകാർ തങ്കുറവരെ ഒന്ന് പ്രാർത്ഥിക്കും, തങ്കുവന്നവരോട് ഞാൻ പറഞ്ഞു, ഞാൻ വരുത്തില്ല, നിങ്ങളല്ല പറയേണ്ടി, ആ സഭയിലെ പാസ്റ്റർ എന്നെ വിളിക്കേണ്ടി, നിങ്ങളല്ല. എന്നാലേ വരത്തുള്ളൂ. അപ്പോൾ ഇവർ എന്നോട് പിണങ്ങാൻ തുടങ്ങി. തങ്കുറവർ ഒരാളുടെ ആവശ്യമല്ല വലുത്. ഞാൻ പറഞ്ഞു, ആവശ്യമാണോ വലുത്? അതിനേക്കാളും വലുതാണ് ദൈവരാജ്യത്തിൻ്റെ തത്വം. ഞാൻ വരുത്തില്ല. അവസാനം പാസ്റ്റർ എന്നെ വിളിച്ചു. പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, തങ്കുറവരെ ഇങ്ങനെയൊക്കെ ഒരു തത്വം ഉണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല, ഇതെല്ലാം ഒന്ന് വരണം. ഞാൻ പറഞ്ഞു, വരാം, പക്ഷേ പാസ്റ്റർ ഓഫ് ചർച്ചിലെ പാസ്റ്ററിൻ്റെ ഏറ്റവും അടുത്തുള്ളവർ അവിടെ കാണണം. കാരണം ഞാൻ അവിടെ വരുമ്പോൾ എന്തൊക്കെ ഞാൻ സംസാരിച്ചു എന്നുള്ളതിന് ഒരു സാക്ഷ്യം, അല്ലെങ്കിൽ നാളെ ഇവർക്ക് നുണ പറയാം. ഏതായാലും ഞാനും അനിയും കൂടെ അവിടെ പോയി പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം ചെയ്തു. ഇൻസ്റ്റൻറ്റ് മിറക്കിൾ. 2001 പിറ്റേ സൺഡേ നാട്ടകത്ത് വെച്ച് ആരാധിക്കുമ്പോൾ 11 പേര് വന്നിരിക്കുക, ഇവരുൾപ്പെടെ. ഞങ്ങൾ ഇത്ര നാളും ആ സഭയിൽ പോയിട്ട് ഒരു വിടുതലും കിട്ടിയില്ല. തങ്കുബ്രദർ വന്നു, സെക്കൻഡ് വെച്ച് വിടും. ഞാൻ പറഞ്ഞു, അത് എന്നെ ഉപയോഗിച്ചെന്നേ ഉള്ളൂ, നിങ്ങളുടെ ഇടയൻ അതാ. 11 പേരും അങ്ങോട്ട് തന്നെ അങ്ങ് പോയിക്കും, ഇവിടെ കേട്ടിട്ടില്ല. കരിസ്മയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോരാന്ന് ഞാൻ പറയത്തില്ല. അതിനുള്ള കൃപ ദൈവം എനിക്ക് തന്നേ ഉള്ളൂ. ഒരു ഇടയൻ, ഒരപ്പൻ്റെ ഹൃദയം പൊട്ടിച്ചിട്ട് എനിക്ക് വേണ്ട. അതൊരു പ്രിൻസിപ്പിളാണ്. ഹെവൻലി ഫീസ്റ്റിലെ ശക്തമായ ഒരു പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് പരസ്യമായി അനൗൺസ് ചെയ്യും, ഞായറാഴ്ച നിങ്ങൾ മറ്റേതെങ്കിലും രക്ഷിക്കപ്പെട്ട സഭയിൽ നിന്നാണ് ഇന്ന് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെ സന്തോഷം, അടുത്ത ഞായറാഴ്ച നിങ്ങൾ വരില്ല. അപ്പോൾ ആ പ്രിൻസിപ്പിൾ ഒരു പ്രിൻസിപ്പിളാണ് ദൈവരാജ്യം. ഇത് വലിച്ചു വാരി ചെയ്യുന്ന കാര്യമല്ല. അതിനകത്ത് ദുഃഖം ഉണ്ടാകും, നഷ്ടമുണ്ടാകും. അതാണ് ക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിച്ചത്, മഹത്വത്തിന് പങ്കാളിയാകും. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ കർത്താവാണ് കർത്താവോ ദിനംതോറും രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർക്കുന്നത് യേശു എന്ന ഉത്തമ വിശ്വാസം എനിക്കാണ്. അപ്പോൾ ഇവിടെ ചേർക്കപ്പെടേണ്ടവരെ ഇവിടെ കൊണ്ടുവരും. ഞാൻ കർത്താവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ ജഡം കയറാൻ പാടില്ല, ഒരിക്കലും. ഈ സഭയിലെ മെമ്പേഴ്സ് ഒന്നും സ്ഥിരം മെമ്പേഴ്സ് അല്ല, പള്ളിയിൽ പോകുന്നവരാണ്, ഇവിടെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നൊരു 30 വർഷമായപ്പോൾ അതൊന്നും വിഷയമല്ല. എന്നാലും ഞാൻ ഒരിക്കൽ ഈ ഒരു ഫാമിലി ഉണ്ട് ഇവിടെ, രാവിലെ പള്ളി പോവും, അത് കഴിഞ്ഞ് ഇവിടെ ഈ ആദ്യ സമയത്തൊക്കെ ഇവർ സ്നാനപ്പെടുമ്പം അവിടെ കുറിയ ലൈസൊന്നും ഇവിടെ ഹല്ലേലൂയ പറയാനായിട്ടുള്ള പാർട്ടികൾ. ഞാനൊരു കല്യാണത്തിന് ഇപ്പം കറക്റ്റ് ഇവർ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഞാനവിടെ പരിശുദ്ധാത്മാവേ, ഈ രക്ഷ എന്ന് പറയുന്നത് ഇവർ സ്നാനപ്പെട്ടു, പള്ളിയിൽ പോകുന്നത് ആണല്ലോ, അപ്പോൾ എങ്ങനെയായിരിക്കും? ഞാനിങ്ങനെ കല്യാണം നടത്താൻ ചെന്ന് ഇവരെ കണ്ടു. കർത്താവ് എന്നോട് വ്യക്തമായി കേൾക്കുന്നതല്ലേ പറഞ്ഞു, എനിക്ക് രഹസ്യ മണവാട്ടി ഇല്ല. അതൊക്കെ ഞാൻ പ്രസംഗിച്ചു. കല്യാണ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞു, കർത്താവിന് രഹസ്യ മണവാട്ടിയില്ല. സ്നാനപ്പെട്ടെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ ക്രിസ്തുവിൻ്റെ വകയാന്ന് പറയുന്നവർ തന്നെ വരണം. അപ്പം നമ്മുടെ സ്നാനത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ഈ പറയുന്നവർ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യാതെയാണല്ലോ പറയുന്നത്. സ്നാനത്തിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് രോഗസൗഖ്യത്തിന് വേണ്ടി സ്നാനപ്പെടേണ്ട, സാമ്പത്തിക വിടുതലിന് വേണ്ടി സ്നാനപ്പെടേണ്ട, അവസ്ഥ മാറാൻ സ്നാനപ്പെടേണ്ട, അതെല്ലാം പഠിപ്പിച്ചിട്ട് അവസാനം പറയും, നോക്ക്, നിങ്ങൾക്ക് തിരിച്ചു പോകാനാണെങ്കിൽ ഇപ്പം പോകാം.
യൂണിഫോം കിട്ടുന്നതാണെന്ന് ഓർത്തോണം. ശത്രുവിൻ്റെ പാളയത്തിൽ നിന്ന് രക്ഷിച്ച് യൂണിഫോം ആർമി ആകുക. ഇനി തിരിച്ചു പോകാനാണെങ്കിൽ ഓർത്തോണം വലിയ അപകടം. നിങ്ങൾക്ക് പോകാം, ഇനിയും അവസരം കിട്ടും, നാളെയും കിട്ടും, അടുത്ത മാസം കിട്ടും. പക്ഷെ ഈ തീരുമാനം സ്ട്രോങ് ആയിരിക്കണം, എന്നാലേ ഇവിടെ നിൽക്കാവുള്ളൂ. നമ്പർ 1. നമ്പർ 2, സ്നാനപ്പെട്ടതുകൊണ്ട് ഇവിടെ മെമ്പറായില്ല. ഇതിന് സ്കെയിൽസ് ഓഫ് ടീച്ചിങ്സ് ഉണ്ട്, എങ്ങനെ ആത്മാക്കളെ നേടണം. അത് കഴിഞ്ഞിട്ടാണ് മെമ്പറാകുന്നത്. ചാടി കയറി കിട്ടുന്നവരെ അവസരം കിട്ടി. ക്യാൻസറാണോ? സ്നാനപ്പെട്ടതുകൊണ്ട് ഒരാൾ സഭയിൽ മെമ്പർ ആകത്തില്ല. ദേ ഹാവ് ടു അണ്ടർഗോ ദ ട്രെയിനിങ്. അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് മെമ്പർഷിപ്പ്. അവരുടെ വിശ്വസ്തത കാണണം. ചിലരൊക്കെ ഏതെങ്കിലും വിഷയം ആരെങ്കിലും പറഞ്ഞ് കാണും ക്യാൻസർ മാറണേ സ്നാനപ്പെട്ടു. ഇപ്പം നമ്മുടെ ക്ലാസ് അവർക്ക് എഫക്റ്റ് അല്ല, ഇവരുടെ മനസ്സിൽ മുഴുവൻ ക്യാൻസർ ആയിരിക്കും. പക്ഷേ പിന്നെ കാണുന്ന ഡിസിപ്ലിൻ. ഞാൻ 10 മണിക്ക് ഈ സഭയോഗമല്ല, ട്രെയിനിങ് സെഷനിൽ 10 മണി എന്ന് പറഞ്ഞാൽ 10:05 കയറ്റത്തില്ല. അപ്പം അവിടെ നോക്കുന്നത് വിശ്വസ്തത, സബ്മിസീവ്, ടീച്ചബിളാണോ, അത് കഴിഞ്ഞാൽ മെമ്പറാകും. ശരി, അങ്ങനൊരു പ്രോസസ്സ് ഉണ്ട്. പ്രോസസ്സ് ട്രഡീഷണൽ സഭകൾക്കൊന്നും ഇല്ലാത്തൊരു പ്രോസസ്സാണ്. അതെ, നമ്മൾ വാല്യൂ വെച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനത്തെ. അതുകൊണ്ടാണ് ഓരോരുത്തരും എക്യുപ്ഡ്. ഒരു യൂത്തിനോട് അല്ലെങ്കിൽ ആരോടെങ്കിലും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നിങ്ങൾ പോലും അറിയാതെ രക്ഷിക്കുകയുള്ളൂ. ഹൗ ടു വിൻ സോൾസ്. നേരെ പോയി നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട. എങ്ങനെ എന്നുള്ളത് ഒരു അത് കഴിഞ്ഞിട്ട് അതേ ബിക്കം ഒഫീഷ്യൽ മെമ്പർ. ധാരാളം വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്ന ഒത്തിരി തെറ്റായിട്ടുള്ള കഥകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഈ അസൂയ കൊണ്ട് പറയുന്നതും ഒക്കെ ഉണ്ട്. അതല്ലാതെ തന്നെ കണ്ടമാനം വിമർശനങ്ങൾ സഭയ്ക്കെതിരെ പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, വ്യക്തിപരമായിട്ടുണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിനെ നേരിടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഞാൻ നേരത്തെ പിണറായി സർക്കാരിൻ്റെ കാര്യം, അധികാരത്തിലിരിക്കുന്നവർ എപ്പോഴും അസൂയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മലയാളം ബൈബിളിൽ ഒരു തെറ്റായ വാക്കുണ്ട്. ഞാൻ എസെക്കിയേൽ 8 ഞാൻ ദേവാലയത്തിൻ്റെ നോർത്ത് സൈഡിൽ ഒരു മൂർത്തിയെ കണ്ടു. തീഷ്ണത ജ്വലിപ്പിക്കുന്ന, തീഷ്ണത അല്ല, അസൂയ. തീഷ്ണത എന്നുള്ള വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും അത് അസൂയ, ജലസി അല്ല, ഹൂ ഇൻവോക്സ് ജലസി ടു അതേഴ്സ്. അപ്പോൾ ഒരാൾക്ക് അസൂയ കയറിയ, എനിക്ക് അസൂയ ഉള്ളതെന്നല്ല പറയുന്നത്, അവിടെ എല്ലാം കുഴപ്പമൊന്നും ഈയൊക്കെ നടക്കുന്നില്ല. അതെ. എന്നാൽ ഞാൻ കാണുന്ന വിമർശനങ്ങൾ ഒരു തിരുത്തലായിട്ട് എടുക്കുന്നത്. അപ്പം എന്നെ ഒരാൾ ഒരു കാര്യത്തിൽ വിമർശിക്കുക, അപ്പം ഞാനത് കഴിയുന്നതും ചെയ്യാതിരിക്കുന്നു. കാര്യം എൻ്റെ പ്രവൃത്തി കാരണം പോടാവൂ എന്നുള്ള തോന്നലല്ല, ഒരാൾക്ക് ഇടർച്ച ഉണ്ടാകരുത് ഒരു കാര്യത്തിൽ. കാര്യം അത് ഞാൻ കഴിയുന്നതും സൂക്ഷിക്കും. പിന്നെ ഞാൻ എപ്പോഴും ഒരു അഡ്വൈസ് പറയും, ഞാൻ തെറ്റുകാരനാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ പറയാതെ എൻ്റെ അടുക്ക വന്ന് പറയാം, തങ്കൂർ അത് ഈ പറയുന്നത് തെറ്റാണ്. ഞാൻ അങ്ങനെ ചെയ്യും. ഇപ്പം കർത്തൃമേശ ചില യൗവനക്കാർ വരുന്നവർക്കെല്ലാം കൊടുക്കും. ഞാൻ അവരെ ഇവിടെ വിളിച്ചു വരുത്തും. ഇത് പ്രസാദമല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് നിൽക്കുന്നവർക്ക് ആണ് കർത്താവിൻ്റെ മേശ. അങ്ങനെയാണോ? അതോ പിന്നെ സഭയിൽ വരുന്നവർക്കൊന്നും എല്ലാവർക്കും കൊടുക്കത്തില്ല? നോ, അതല്ല പോളിസി. അതല്ല. പാപം മോചിക്കപ്പെട്ടവർ സ്നാനത്തിൽ, സ്നാനപ്പെട്ടവർ, വേർപാടാചരിക്കുന്നവർ, വിശ്വസ്തതയുള്ള. പക്ഷേ വ്യാപകമായ ചിന്ത, വ്യാപകമായ ഉള്ള പ്രചരണം സൺഡേ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. കർത്താവിൻ്റെ ശരീരത്തെ ശോധന ചെയ്യണം. വെച്ചാൽ കർത്താവിൻ്റെ ശരീരത്തിൽ ഏത് അവയവത്തിലാണോ നിങ്ങളെ നിർത്തിയിരിക്കുന്നത് അവിടെ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ ഇന്ന് എഴുന്നേക്കരുത്. മാനസാന്തരപ്പെട്ടിട്ടേ ഇത് തൊടാവുള്ളൂ. അപ്പം യൗവനക്കാരായി ചിലർ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അവരെ ഞാൻ ഇവിടെ വിളിച്ചു. അല്ലാതെ ഫേസ്ബുക്കിൽ അതേ ആ സഭ കണ്ടോ എല്ലാവർക്കും കൊടുക്കുന്നു, ഇവിടെ നിർത്തി ഞാൻ അവരോട് പറയും, നോക്ക് ഇത് പ്രസാദമല്ല. അപ്പോൾ അവർ ചൂണ്ടിക്കാട്ടുന്നത് മത്തായി സുവിശേഷം 26 യേശു എല്ലാവർക്കും കൊടുത്തു. ഞാൻ പറയും, നോക്ക് അത് പെസഹായിരുന്നു.
ഇത് കർത്താവിൻ്റെ മേശയും. രണ്ടും രണ്ടാണ്. അത് യഹൂദന്മാരുടെ ആചാരമായിരുന്നു. ഇത് ഉയർത്തെഴുന്നേറ്റ യേശു താൻ ചെയ്തത് ഓർക്കുവാനും തൻ്റെ വരവിനെ ഓർക്കുവാനും. താൻ വരുവോളം എന്ന് പറയുമ്പോൾ വരവ് ഓർക്കണം. അതാണ് കർത്തൃമേശ. സോ തിരുത്തലിന് ഞാൻ വിധേയമാണ്. ഇപ്പം ഞാനൊരു ചെയ്യുന്നത് ശരിയല്ല എന്ന് യൂട്യൂബിലല്ല പറയേണ്ടത്. എനിക്ക് ഇന്ന് രാവിലെ ഒരു ഫോൺ എനിക്ക് തങ്കു പാസ്റ്ററിനെ എപ്പോഴാണ് കാണാൻ പറ്റുന്നത്. ഞാൻ ആരാ സംസാരിക്കുന്നത്? ഇവിടുത്തെ ഒരാളാണ്. അപ്പം ഞാൻ എനിക്ക് സെക്രട്ടറിമാരൊന്നുമില്ല, തങ്കൂറാറ് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ വൈകുന്നേരം പോലെ കാണാം. അപ്പം ഇതേ മോഡ്യൂൾ ഉപയോഗിക്കാമല്ലോ ഈ വിമർശിക്കുന്നവർക്ക്. തങ്കൂറാറ് എപ്പോഴാണ് കാണാൻ പറ്റും? ഇവിടെ വന്നിട്ട് തങ്കൂറാറ് ഇങ്ങനെ പറഞ്ഞ തെറ്റല്ല. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തും. ഇനി അവർക്ക് അത്രമാത്രം എന്നെക്കുറിച്ച് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഞാനും സ്വർഗത്തിൽ ചെല്ലണ്ടേ? എന്നെ വേണം തിരുത്താൻ. ഞാൻ തിരുത്തപ്പെടാൻ തരാം. ഒരു പ്രാവശ്യം തോമസ് ബ്രദർ എന്നോട് സഭയിൽ നിന്ന് മാറി നിൽക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ 3-4 പേരിരുന്നപ്പോൾ ഒരാൾ മഹാശല്യം. ഞാൻ പറഞ്ഞു അവനെ കൈ കെട്ടി ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു. തോമസ് ബ്രദർ പറഞ്ഞു ജീവൻ്റെ വാക്ക് വരേണ്ട വായിന്ന് കൊല്ലുമെന്ന് പറഞ്ഞത് തിരുത്തണം. ഒരാഴ്ച സഭയിൽ നിന്ന് മാറി നിൽക്കണം, ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കണം. ഇത് പറയേണ്ട വാക്കല്ല. ഞാൻ സഭയുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു എന്നെ ഒരാഴ്ച മാറ്റിയിരിക്കുക. എൻ്റെ കാരണം ഈ വാക്ക് അരുതാത്ത വാക്കാണ്. അതുകൊണ്ട് തോമസ് ബ്രദർ എന്നോട് പറഞ്ഞു ഇത് മാറണം. അങ്ങനെ ഞാൻ എന്നെ തന്നെ ഒരാഴ്ച മാറ്റി. ആൾക്കാർ കരയാൻ തുടങ്ങി. അപ്പോൾ തിരുത്തപ്പെടാൻ ഞാൻ തെറ്റാണോ തിരുത്തന്നെ? എനിക്ക് കുറച്ചുകൂടെ നന്നായ കൊള്ളാമെന്ന്. ഓക്കെ, 2 പ്രധാനപ്പെട്ട വിമർശനങ്ങൾ, പ്രധാനപ്പെട്ടതല്ല ഈ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വിമർശനങ്ങളിൽ ഒന്ന്, അതാ പറയുന്നത് കുറച്ചുകൂടെ നല്ലത്. ഒന്ന് പിന്നെ എയർപോർട്ടിൽ മദ്യപിച്ച് ആടി നടക്കുന്ന കണ്ടു എന്നുള്ളതാണ്. അതായത് ഞാൻ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് മനസ്സിലായി. അല്ല, അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം. യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ലോങ് യാത്ര ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആ ഒരു വർഷം കോവിഡ് കഴിഞ്ഞിട്ടുള്ള വർഷം, 3 വർഷം, 2023 കാര്യമാണ്. അപ്പം ഒരു ദിവസം UK ആണെങ്കിൽ ആമോസിംഗ് പാസ്റ്റർ വിളിച്ച് പറഞ്ഞു ഇവിടെ 3 ദിവസം വരണം. ഞാനിവിടെ 3 ദിവസം കഴിഞ്ഞ് പിന്നെ അമേരിക്കയിലോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ടൈം സോണുകളുടെ ചേഞ്ച്. അവസാനം ഹൈദരാബാദിൽ പാസ്റ്റർ സതീഷിൻ്റെ ചർച്ചിൽ ഞാൻ പ്രസംഗിക്കാനായിട്ട് പോയിരിക്കുക. ഞാനുമുണ്ട്, അനിയുമുണ്ട്. എനിക്ക് കട്ടിലേന്ന് എഴുന്നേക്കാൻ പറ്റില്ല. ഗ്ലാസ് പിടിക്കുമ്പോൾ ഇങ്ങനെ പോവുക, ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നു. ഞാൻ അനിയോട് പറഞ്ഞു പാസ്റ്റർ സതീഷിനെ വിളിച്ച് എനിക്ക് മേലെന്ന് പറയാം. പാസ്റ്റർ സതീഷിൻ്റെ അവിടെ നിന്ന് ആൾക്കാർ വന്ന് എന്നെ തോളെ കൈയിട്ടുകൊണ്ടാണ് എയർപോർട്ടിലെത്തുന്നത്. ഹൈദരാബാദ് എയർപോർട്ടിലെ ചീഫ് ഷെഫ് എന്ന് പറയുന്നത് ഞങ്ങൾ ചേർച്ച് മെമ്പറാണ്, അരുൺ നവി. അരുൺ എന്നെ തോളയിൽ എന്നോട് പറഞ്ഞു വീൽ ചെയർ വേണം. ഞാൻ വീൽ ചെയർ ഒന്നും നടക്കത്തില്ല, എന്നെ കൊണ്ടുപോകും. അപ്പോൾ സെക്യൂരിറ്റിയുടെ അവിടെ പോലും അങ്ങനെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് ഈ മെറ്റലിൻ്റെ അവിടെ നിന്ന് അപ്പം ബെൽറ്റ് ഊരണം. ബെൽറ്റ് ഊരി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചിടാൻ പറ്റുന്നില്ല, കൈവിറയ്ക്കുക. എന്നെ കൊണ്ട് സീറ്റിലിരുത്തി. ഇവിടെ സിന്തൈറ്റ് എന്ന് അവർ വിളിച്ച് പറഞ്ഞ് പ്ലെയിനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബാഗ് ഞാൻ ആ ബാഗിൻ്റെ ബലത്തിൽ അനി എന്നെ പിടിച്ചിരിക്കുക. നേരെ കോലഞ്ചേരി ഹോസ്പിറ്റൽ. അവർ ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു കുഴപ്പങ്ങളുമില്ല. അവർ മരുന്ന് തന്നു, 2 ദിവസം കിടത്തി ഉറക്കി. ഓക്കെ, അന്ന് എനിക്ക് കാര്യം പിടികിട്ടി. ഈ ഉറക്കം, റെസ്റ്റ് ഇല്ലാതെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മൾ ഓട്ടം കൂടുതൽ ഓടിയാൽ നമ്മൾ തീക്ഷ്ണത കാരണമായിരിക്കും ഓടുന്നത്, പക്ഷേ റെസ്റ്റ്. അതുകൊണ്ട് ഞാനിപ്പോൾ സ്ലോ ഡൗണാണ്. സ്ലോ ഡൗൺ എന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസത്തെ IPCയുടെ യൂത്ത് കോൺഫറൻസിന് വേണ്ടി അമേരിക്ക പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒറ്റ ദിവസം ആ സെഷൻ എടുത്ത് തിരിച്ച് പ്ലെയിനെ കയറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അമേരിക്ക വന്നിട്ടുണ്ട്, വല്ല അവസരം തരാമോ എന്ന് ചോദിച്ചാൽ എങ്ങും നിൽക്കത്തില്ല. സോ അതായിരുന്നു ഈ ഒരു ഇഷ്യൂ. അപ്പം അത് ആടി തന്നെയാണ് വന്നത്. ആടിയല്ല, നിൽക്കാൻ മേല. അത് കഴിഞ്ഞ് ഈ ഇഷ്യൂ നടക്കുന്ന സമയത്തും തിരിച്ചു വരുമ്പോൾ തോമസ് ബ്രദർ എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സഭായോഗത്തിൽ സീറ്റിൽ നിന്ന് പ്രസംഗപീഠം വരെ ഇങ്ങനെ. അപ്പോൾ ആൾക്കാർ ഓർക്കുമ്പോൾ ഞങ്ങൾ എന്തോ ലോഹ്യം പറയും. അത് കഴിഞ്ഞ് ഞാൻ ഇത് പിടിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഇത് പിടിവിട്ടാൽ ഞാൻ താഴെ പോയി. ഈ കാര്യത്തിന് എന്തെങ്കിലും ഒരു വിശദീകരണം ഇന്നുവരെ കൊടുത്തിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല.
എന്തോ പറയാനല്ലേ? അല്ല, നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ല മനുഷ്യൻ്റെ അവാർഡ് വേണ്ടല്ലോ. അതെ. രണ്ടാമത്തെ ഒരു വിമർശനം മോനുമായിട്ട് റോണക്കുമായിട്ട് ബന്ധപ്പെട്ട്. റോണക്ക് പിന്നെ നമ്മുടെ ബർമുഡ ഇട്ടുകൊണ്ട് ചർച്ചിൽ വന്നു. അതൊരു വലിയ അതിൻ്റെ ഒരു സംഭവം, ഈ റോണക്ക് ദുബായിൽ നിന്ന് ഇവിടെ വന്നു. അത് സൺഡേ ആയിരുന്നു. അപ്പം അവിടെ അർമേനിയ ഈ മുറിയിലിരിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിച്ച് അർമേനിയയിലെ 4-5 അമ്മമാർ വന്നു. ചെയിനൊക്കെ ആയിട്ട് അടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ റോണക്ക് ശുശ്രൂഷ കഴിഞ്ഞ്, രാവിലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് അങ്ങ് ഉറങ്ങുന്ന സമയത്ത് അപ്പോൾ ബോധമില്ല എന്നാ ഈ നടക്കുന്നത്. വേർ ഇസ് മണി എന്നൊക്കെ ചോദിച്ച് പേഴ്സും വാലറ്റുമായിട്ട് അവരങ്ങ് പോയി. മോഷണം. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈവനിങ് മീറ്റിംഗ് ഉണ്ട്. നമ്മുടെ അവിടുത്തെ ഐസക് ബ്രദർ വന്ന് വീട്ടിൽ വന്നു. റോണക്കിനെ കൂട്ടി ഈവനിങ് മീറ്റിങ്ങിനും പോയി. ഇപ്പോൾ റോണക്ക് ഇതെല്ലാം പറഞ്ഞു പോലീസിനോട് 40 മിനിറ്റ് അറസ്റ്റ് ചെയ്തവർ. ദുബായിയുടെ ഗുണമാണ്. എനിഹോ, അപ്പോൾ ഈ സംഭവമൊക്കെ തോമസ് ബ്രദറിനോട് പറഞ്ഞു. ദൈവം അത്ഭുതകരമായി പിടിച്ചു. അവന്മാർ പൈസയുടെ കൂട്ടത്തിൽ ഒരു അടി കൊണ്ട് അടിച്ചിട്ട് പോകായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ റോണക്ക് സുബോധത്തിലാണ് റെസിസ്റ്റ് ചെയ്യും. സുബോധം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടയേർഡായിരുന്നു. അതുകൊണ്ട് ഒന്നും വേണ്ടിയില്ല, എന്നെ എടുത്തോണ്ട് പോയി എല്ലാം കഴിഞ്ഞപ്പോഴാണ് സംഭവിച്ചത് മനസ്സിലാവുന്നു. അപ്പോൾ പറഞ്ഞു വരുന്ന വഴിക്ക് ഈ സാക്ഷ്യം പറയണമെന്ന്. അപ്പം റോണക്ക് പറഞ്ഞു, ഞാൻ ഷോർട്ട്സ് ഇട്ടുണ്ട്. എന്നാൽ തോമസ് ബ്രദർ പറഞ്ഞു, ഒന്നും ഇടാതെ നടന്ന ഈ സഭയെന്ന് പറഞ്ഞാൽ നിന്നെ ഒന്നും ഇല്ലാതെ കണ്ടിട്ടുള്ള, അതുകൊണ്ട് അതൊന്നും പറയണ്ട, കയറി 5 മിനിറ്റ് പറഞ്ഞേച്ചു പോകും. അപ്പോൾ റോണക്ക് പിന്നെയും ഒഴിവ് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സ് ചെയ്തിട്ട് വരാം. അപ്പം ഇത് പറഞ്ഞേച്ചങ്ങ് പോയിക്കോ, എൻ്റെ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഉടനെ ശുശ്രൂഷയിലോട്ട് സാക്ഷ്യത്തിൻ്റെ കൂടെ പെട്ടെന്ന് ഹോളി സ്പിരിറ്റ്. നമ്മുടെ ഒരു രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട്, അദ്ദേഹം ഒരു ലോണിന് അപ്ലൈ ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ തലയാഴ്ച റോണക്കിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ 1.5 കോടി രൂപ ലോണ് പാസ്സായി. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, റോണക്കെ ഭയങ്കര അത്ഭുത പാസ്സായി. അപ്പോൾ അതാ റോണക്ക് ചോദിക്കുന്നത്, 1.5 കോടി രൂപയുടെ ലോൺ കിട്ടിയില്ലേ? അത് ലോൺ എന്നുള്ളത് മാറ്റി 1.5 കോടി കിട്ടിയില്ല എന്നാക്കി. അപ്പോൾ ഇത് ഒരു നമ്മൾ ലൈവല്ലേ പോകുന്നത്, ഒരു പാസ്റ്ററാണ് ആദ്യം എടുത്തത്. എന്നിട്ട് റോണക്ക് ബർമൂഡ ഇട്ട് ശുശ്രൂഷിച്ചു എന്നാക്കി. ഒന്ന് നോക്കാം. അപ്പം റോണക്ക് ഇതുപോലെ ഒരു എതിർപ്പ് ജീവിതത്തിലാണ് ആദ്യമായിട്ടാണ് എൻ്റെ. അതിൻ്റെ പുറകെ സോഷ്യൽ മീഡിയയിൽ ഇതങ്ങ് വാരി അലക്കാൻ തുടങ്ങി. ഞാനപ്പോൾ അമേരിക്കയില്ല. റോണക്ക് മാനസികമായി തളർന്ന് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കേണ്ടി ഗതികേട് വരുമോ എന്നുള്ള ഒരു അപ്പൻ്റെ മനസ്സൊന്നോർത്ത് ഭയന്നു പോയി. ഓവർ റിയാക്ട് ചെയ്യുക, കാണും പേടിക്കുക. ഞാനൊരു ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഹെൽപ്പ് ചെയ്യണം, എങ്ങനെ ഞാൻ അവിടെ കൊണ്ട് അതുവരെ ആക്കി. നമ്മുടെ സഹോദരന്മാർ ഞാൻ അവരെ വിളിക്കത്തില്ല, ഈ പാസ്റ്റർമാർ ചെയ്ത ജോലിയായി. പക്ഷേ തോമസ് ബ്രദർ എന്നോട് പറഞ്ഞു, തങ്കു ബ്രദറെ നടക്കത്തില്ല, ഞാൻ ആ വീട്ടിൽ താമസിക്കും, ഞങ്ങളില്ല ആരും ഇവിടെ, ഒറ്റയ്ക്കായിപ്പോൾ റോണക്കിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഞാൻ. റോണക്കിന് കൂട്ടുകാരില്ല, ഒരു കൂട്ടുകാരും ഇല്ല, 2 കൂട്ടുകാരേ ഉള്ളൂ, 1 ഭാര്യ 2 ഞാൻ. ആ ലോകത്തിലാണ് റോണക്ക്. അതുകൊണ്ടാണ് ക്രിയേറ്റീവ് മിറക്കിൾസ് നടക്കുന്നത്. ക്യാമറ വെച്ചോ ഇപ്പം ഞാൻ സൗഖ്യമാക്കാമെന്ന് പറയുന്ന ടൈപ്പാണ് റോണക്ക്. ഇപ്പം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ആ ഡൗണായി കൈവിട്ടുപോയി. തോമസ് ബ്രദർ പറഞ്ഞു, ഞാനിവിടെ വന്ന് 20 ദിവസം ഉപവസിച്ചിരിക്കാൻ പോകും റോണക്കൻ്റെ കൂടെ. അങ്ങനെ തോമസ് ബ്രദർ ഇവിടെ വന്ന് താമസിച്ചു റോണക്കൻ്റെ കൂടെ. കർത്താവിൻ്റെ മഹാകരുണ സുബോധത്തിൽ തിരിച്ചു. അല്ലെങ്കിൽ എനിക്കൊരു മകൻ നഷ്ടപ്പെട്ടാണ്. ഒരു അപ്പൻ്റെ വേദന ഇവർക്കറിയത്തില്ല, വിമർശിക്കുന്നവർക്ക്. സോ അത് വലിയ ഒരു വെല്ലുവിളിയിലൂടെ ഞാൻ പോയത്. എന്നെ വിമർശിച്ചാൽ എനിക്കൊന്നും കുഴപ്പമില്ല, ചെറുപ്പം മുതലേ തെറിയേക്കാം. പക്ഷേ ഇങ്ങനെ വന്നപ്പം കൈവിട്ടു പോകുന്നതാണ്. എന്നോട് ഒന്ന് സങ്കടപ്പെട്ട, പക്ഷേ അത് ഒരു ട്രെയിനിങ് ആയിരുന്നു. ഇന്ന് ആരെന്തെങ്കിലും പറഞ്ഞാൽ ചിരിക്കുവാണ്. അല്ല, ഞാൻ അന്ന് ചിന്തിച്ചത് തങ്കു ബ്രദർ അതിനകത്തൊരു തിരുത്തൽ വരുത്തുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ഇത്രയും ഡെപ്തിൽ എനിക്ക് ഈ സംഭവം അറിയത്തില്ല.
ഞാൻ പറഞ്ഞ ഞാൻ മെൻ്റലി ഞാനൊരപ്പനൂടെ ആണല്ലോ. ഞാനൊരു പാസ്റ്റർ മാത്രമല്ല, ഒരു അപ്പനൂടെ അല്ലേ. സ്വന്തം മകൻ തകർന്ന് തരിപ്പണമായി എൻ്റെ കൈ വിട്ടുപോയി. ഞാൻ ഇവിടെ എൻ്റെ ശുശ്രൂഷകരിൽ ഏറ്റവും അടുത്തുള്ളവരോട് പറഞ്ഞു അവനെ പിടിച്ചു കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കണം. മനസ്സിലാകുന്നു എൻ്റെ മാനസികമായ വിഷമം വന്നു ഓർത്തു. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെ നിൽക്കുന്ന എൻ്റെ മകൻ, ഒരു ഉഴപ്പുമില്ല. അവൻ്റെ ലോകം വിശ്വാസവും ഞങ്ങളുമാണ്. ഇപ്പോഴും ഈ 35 വയസ്സായപ്പോഴും രാത്രി വന്നിട്ട് മമ്മ ഒന്ന് മാറിക്ക്, ഇവിടെ 3 പേർക്ക് കിടക്കാൻ ഇടയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടയ്ക്ക് കയറി കിടക്കുന്ന കാറ്റ്. അപ്പം അത് എന്നെ മാനസികമായി ഭയങ്കര പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തില്ല. അതിൻ്റെ കാര്യം എന്താ, ഷോർട്ട്സ് ഇട്ടുന്നത്. വിദേശത്ത് പോയിക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രയറിൽ മാറി തായ്ലാൻഡിലായിരുന്നു. അവിടെ ചെറുപ്പക്കാർ മുഴുവൻ ഷോർട്ട്സിലായിരുന്നു. അപ്പം അത് കാണാനുള്ള കാഴ്ചപ്പാടില്ലാതെ. 2, ചിലപ്പോൾ ചിലർക്കത് കണ്ടാൽ ഇടർച്ച വരുമായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ റോനക്കിനത് മനസ്സിലായി. ഇപ്പം പാൻറ് ഇട്ടുകൊണ്ട് പോകും. കാര്യം ഇപ്പം ഞാൻ ലണ്ടനിലൊരു സഭയിൽ, നമ്മുടെ ഒരു സഭയിൽ ഒരു വിഷയം ഉണ്ടായി. ഈ പെണ്ണുങ്ങൾ സ്കിന്നീസോ അങ്ങനത്തെ ഒരു സാധനം ഇട്ടുകൊണ്ട് വർഷിപ്പിന് കയറി. അപ്പോൾ താഴെ ഇരിക്കുന്നവരെല്ലാം വിഷയമായി. ഞങ്ങൾ സഭയിൽ നിന്ന് പോവുക, വർഷിപ്പ് ടീമിലുള്ളത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പ്രശ്നം എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ ആദ്യമേ ഈ പറഞ്ഞവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ അവരുടെ കാലേ നോക്കുന്നത്? നിങ്ങൾ ആരാധിക്കുന്ന കർത്താവിനെ. അപ്പം നിങ്ങളുടെ കണ്ണിനകത്ത പാവം അതുകൊണ്ട് അവരുടെ ഈ കാലേ നോക്കുന്നത്. ഓക്കെ, ഞാൻ അവരോട് പറഞ്ഞു മാറാൻ പറഞ്ഞു. വർഷിപ്പ് ടീമിനെ കൊണ്ട് ഞാൻ പറഞ്ഞു, നോക്കി നിങ്ങൾ ഈ പൗലോസ് പറഞ്ഞു വ്യസന അമ്പലത്തിൽ പോയാലും കഴിച്ചു, ക്ഷേത്രത്തിൽ പോയി കഴിച്ചു. പക്ഷെ ഇറങ്ങി വരുന്നത് അവിശ്വാസി കാണുമ്പോൾ അവൻ ചിലപ്പോൾ ഇടർച്ച വരും. നിങ്ങളിത് ഇടുമ്പോൾ അവർക്ക് ഇടർച്ച വേണോ? യേശുവിനോടല്ലേ നമ്മൾ. അങ്ങളെ കറക്റ്റാണ്. അവർ വസ്ത്രം മാറി ക്ലിയറാക്കി. അവൻ പറയേണ്ട രീതിയുണ്ട്. മനസ്സിലായി. അപ്പോൾ ഈ പണ്ടത്തെ കാലത്ത് നമ്മുടെ ഫിന്നി ജേക്കബ് പാസ്റ്റർ അമേരിക്കയിലെ പഠിച്ചു, മാവേലിക്കര. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഇഷ്യൂ ആണ്. അദ്ദേഹം വന്നു സഭായോധന, അങ്ങനെ ഒരു ഫാദറും പാസ്റ്ററാണ്. പോയിരുന്നു, കർത്തൃമേശ കൊടുത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു അതിനെ പറ്റി. പാൻറ് ഇട്ടത് കൊണ്ട് കർത്തൃമേശ കൊടുത്തില്ല. അപ്പൻ മകനൊക്കെ അന്ന് പാൻറ് ഇടുക എന്ന് പറഞ്ഞത് ബാബിലോണിയ ബന്ധനം. മുണ്ടിടുന്നവർക്കേ കർത്തൃമേശയുള്ളൂ. വിശുദ്ധി അത്രയ്ക്ക് ഹൈ ലെവലിലാണ്. അപ്പം പിറ്റേ ഞായറാഴ്ച ഫിന്നി ജേക്കബ് പാസ്റ്റർ മുണ്ടിട്ടുണ്ടോ സഭായോഗത്തിൽ? അപ്പം കർത്തൃമേശ കൊടുത്തു. പക്ഷെ ഇന്ന് പാസ്റ്റർമാർ എല്ലാം മുണ്ടിട്ടുണ്ടോ നടക്കുന്നത്? അപ്പോൾ ഈ ബാഹ്യമായ മതമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസവും അല്ല. അതൊരു ഫൈൻ. ഇപ്പം പ്രോസ്പെറിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു ഫൈൻ ലൈനുണ്ട്. പ്രോസ്പെറിറ്റി സ്വാർത്ഥതയാകരുത്. പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ ഉള്ള അവസ്ഥയിൽ തൃപ്തി. ഭൗതികമായ ഞങ്ങളുടെ സഭയിൽ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പഠിത്തം, ഭൗതികമായ ഒരു ആവശ്യത്തിനും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, ചേർക്കപ്പെടുമെന്ന യേശു പറഞ്ഞു. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വേണ്ടി. സോ റോനക്കിൻ്റെ ഇഷ്യൂ ഇനി അടുത്തൊരു തലമുറയിൽ ബർമുഡ ഇട്ടുകൊണ്ട് ഒരാൾ വന്നു, നീ വരില്ലെന്ന് പറഞ്ഞാൽ യുവാക്കൾ പോയോ? അവൻ ബർമുഡ ഇട്ടെങ്കിലും വന്നല്ലോ സഭയിൽ. യേശുവിനെ അവരുടെ മനസ്സ് നമ്മളെക്കാളും നല്ലതാണ്. തീർച്ചയായിട്ടും. അവർ ബർമുഡ ഇട്ടുകൊണ്ടാണ് വന്നത്, ശരിയാണ്. ഇട്ടിട്ട് വന്നെങ്കിലും ചെയ്തല്ലോ. ഈ പറയുന്ന ഞാൻ എഴുതി തരാം, ഈ വിമർശിച്ചവരുടെ മക്കൾ ബർമുഡ ഇടുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോഴും വിമർശിക്കാൻ തയ്യാറാകണം.